ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മേവളുടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? അപ്പോൾ ഞാനിന്ന് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മനാഫിനെ പറ്റിയിട്ടും അർജൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറേ ഞാൻ ഒന്ന് രണ്ടെണ്ണം അവനെ പറ്റിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ വേണ്ട വെച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അവർക്കിപ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പാളിയം പറയുന്നുണ്ട് എനിക്കെന്താ പറയാനറിയില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പറയാനറിയില്ല, അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതേപോലെ തന്നെ കൃഷ്ണപ്രിയക്ക് വരാനൊരു താല്പര്യമില്ല എന്നുള്ളത് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അവളെയും പ്രേരിപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. എന്തതിൻ്റെ ആവശ്യം? ഇതിപ്പോൾ എന്തായി അറിയോ? അവരൊക്കെ ഒന്നായാലും നമുക്ക് അവരുടെ അർജുനോടുള്ള സ്നേഹം നമുക്ക് എന്നുണ്ടാവും. പക്ഷേ ആ വീട്ടുകാരോട് നമുക്കൊരു അകൽച്ച അതെന്തായാലും ഉണ്ടാവും. കാരണം ആ പറഞ്ഞ വീഡിയോസൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കത് മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് പറഞ്ഞിരിക്കണം. അതിനെ പറ്റിയിട്ട് മുസ്ലിങ്ങളെ പറ്റിയിട്ട് എത്രങ്ങാനും വാർത്തകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ മുസ്ലിം ആയതുകൊണ്ടാണ് മനാഫ് ഇത് ക്ഷമിച്ചത്. വേറെ വല്ലവരാണെങ്കിൽ ഇത് ക്ഷമിക്കില്ല. നമ്മുടെ മുസ്ലിമിൽ പറഞ്ഞിരിക്കുന്ന എന്താ, നമ്മൾ ആരെന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ അത് ക്ഷമിച്ച് താഴ്ന്നു കൊടുക്കുക. താഴ്ന്നവിടെ വെള്ളം നിൽക്കുള്ളൂ എന്നാണ് നമ്മളുടെ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രവർത്തിക്കുന്നവർ നമ്മളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സമാപിച്ചത്. അല്ലെങ്കിലോ ഇത് എവിടെ ലെവലെത്തിയിട്ടുണ്ടാവും? എത്രയായാലും മനാഫിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് മനാഫ് പുറത്തു എല്ലാം ചെയ്തു. പക്ഷേ മനാഫിന് പെറ്റൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മക്ക് ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അവർക്കും മറക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാം ആയതുകൊണ്ട് അതെല്ലാം ഇങ്ങോട്ട് തല്ലിയാലും അങ്ങോട്ട് തിരിച്ച് തല്ലരുത്. എന്ത് പറഞ്ഞാലും നമ്മൾ താഴ്ന്നവിടെ വെള്ളം നിൽക്കുള്ളൂ, നമ്മൾ താഴ്ന്നവിടത്തേക്ക് പോകണം, ക്ഷമിക്കണം, പൊറുക്കണം, അതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിതിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്താണ് ജാതി മതം അതൊന്നും പറയരുത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ ജാതി മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ. മനുഷ്യനെന്നും മനുഷ്യൻ തന്നെയാണ്. അത് മരിക്കുന്നതും ഒരേപോലെയാണ്. ഇനിയിപ്പോൾ ചിലവർ കത്തിക്കും, ചിലവർ അങ്ങനെ ഇറക്കി വയ്ക്കും. ഞങ്ങളുടെ കയ്യിൽ മണ്ണിൽ ഇറക്കി വയ്ക്കും. അതൊക്കെ മണ്ണാകുക തന്നെയാണ്. ഏതിലായാലും അതൊക്കെ ഒരേപോലെ അളിഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയുള്ള മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾക്ക് ഇന്നലെ അത് കണ്ടപ്പോൾ സന്തോഷമായി. പക്ഷേ അത് നിലനിൽക്കണം. ഇതിപ്പോൾ ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് കൂടിച്ചേരലാകാൻ പാടില്ല. കാരണം പിന്നെ പിന്നിൽ കൂടെ കുത്തിക്കളിക്കാൻ പാടില്ല. ആ മനാഫൊരു പാവമാണ്. അപ്പോൾ അവനിക്ക് ഇതിൽ അവൻ അന്നും ഇന്നും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും അർജുൻ്റെ വീട്ടുകാരനെ സ്നേഹിക്കും, ആ ഉമ്മൻ്റെ ഉമ്മയാണ് എന്നൊക്കെ പറഞ്ഞു. അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് അവൻ അർജുന് പേരിടുന്നു പറഞ്ഞത്. അതിനെ നിങ്ങൾ എതിർത്തു. മകനെ ഞാൻ സംരക്ഷിക്കും പറഞ്ഞു, അതിനെ നിങ്ങൾ വേറെ ലെവലിലെടുത്തു. അതൊക്കെ ഒരു ഇസ്ലാം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. വേറൊരാൾക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇന്നത്തെ കാലത്ത്. മറ്റുള്ളവർ ഇതുകൊണ്ട് എന്താണ് ഒരു പാടറിയോ? മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഇനി ആരും മുതിരില്ല. കാരണം ചെയ്തു കഴിഞ്ഞപ്പോൾ മനാഫായതുകൊണ്ട് ഇങ്ങനെ ക്ഷമിച്ചിട്ട് പോയി. മറ്റുള്ളവർ ക്ഷമിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ആരും ചിലപ്പോൾ ഇങ്ങനെ സഹായം ചെയ്യാനൊന്നും മുന്നോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. അതാപ്പോൾ ഇതിലുണ്ടായത്. അവർ രണ്ടു കൂട്ടരും ഒരുമിച്ചു കാതർക്കരിപ്പൊടിയും സായിയും എല്ലാവരും കൂടി വന്നു. എല്ലാം കൂടി എല്ലാം ശരിയാക്കി. സന്തോഷം തന്നെ. മനുഷ്യൻ എന്ന് സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കേണ്ടത്. ജാതി പറഞ്ഞിട്ടോ മതം പറഞ്ഞിട്ടോ നമുക്ക് ജീവിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മൾ എന്ന് സ്നേഹത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇത് നിങ്ങൾക്ക് ആദ്യം ചെയ്തതായിരുന്നെങ്കിൽ സൈബർ ബുള്ളിങ് ഇത്ര വരുമായിരുന്നു നിങ്ങൾക്ക്. ആ അർജുനോടുള്ള സ്നേഹം നിങ്ങളോട് ഇന്നും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ
കുറേ ആൾക്കാരുടെയൊക്കെ കണ്ണിൽ മനസ്സിലത് തറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് ഇപ്പോൾ എന്താണ് രേവന്ത്, പിന്നെ നമ്മുടെ ഈശ്വർ മാൽപ്പെ, ഇവരൊക്കെ ആ ഈശ്വർ മാൽപ്പെ ആ കുട്ടികളെ കണ്ടില്ലേ? ആ കുട്ടികളിനെയും അമ്മ മരിച്ചു തൊട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ അത്രയും വലിയ ഒഴുക്കുള്ള പുഴയിൽ ചാടിയത് എന്തിനാണ്? ഒരമ്മൻ്റെ മകനെ രക്ഷിക്കാൻ. അല്ലാണ്ട് അവനക്ക് ആരെങ്കിലും പൈസ കൊടുത്തിട്ടാണ് അവൻ വന്നത്. എന്നിട്ട് അവനടക്കം തള്ളി പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോൾ ഈ കൂട്ടത്തിൽ കവരനെയും കൂടി വിളിക്കേണ്ടതല്ലേ? അതെന്തുകൊണ്ട് മനാഫിനെ മാത്രം വിളിച്ച്? ഈശ്വര മാൽപ്പനെയും കൂടി വിളിക്കേണ്ടതല്ലേ? അതുപോലെ രേവന്ത് അത്ര ദിവസം കടത്തന്നെ കിടന്നിട്ട് അവിടെ നിന്നതാണ് അവന്. അവനോട് ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവനെന്താ ഇവിടെ നിൽക്കുന്നത്? ഇവനിക്ക് പൊയ്ക്കൂടെയെന്ന്. അവൻ്റെ മനസ്സാക്ഷി അവനവിടെ നിന്നത്. അപ്പോൾ ഇത് പൂർണ്ണമാകണമെങ്കിൽ ഈശ്വർ മാൽപ്പയും രേവന്തും പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ, ഇവർ മൂന്നാളും വേണം. കാര്യം രഞ്ജിത്ത് ഇസ്രായേലും അവിടെ നിന്ന് അപമാനിക്കപ്പെട്ടിട്ട് പോയതാണ് ശരിയായിരുന്നു. ഈശ്വര മാൽപ്പയാണെങ്കിലും ഈശ്വര മാൽപ്പേൻ്റെ കൂടെയും മനാഫിൻ്റെ പേരിലാണ് അവിടുത്തെ ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടില്ല മക്കളെ. ഇത് പൂർണ്ണമാകണമെങ്കിൽ അവരും കൂടി ഇതിൽ വരണം. അവരിനെയും കൂടി ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു വീഡിയോ എടുക്കുക. അപ്പോഴാണ് ഇത് പൂർണ്ണമാകുള്ളൂ. പിന്നെ മനാഫിന് മന്ത്രിയാണോ സ്വീകരണം കൊടുക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതൊക്കെ അവർ സ്വീകരിക്കുന്നതിന് ഇഷ്ടം. അല്ലാണ്ട് ഇപ്പോൾ വേറൊന്നും അതിൽ പറയാനില്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യമാണ്. തലയിലെഴുത്തെന്ന് പറയും, അതാണത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. അപ്പം പിന്നെ മനാഫിൻ്റെ പേർക്കല്ല കേസ്. സൈബർ ബുള്ളിങ്ങാണ് മറ്റുള്ളവർക്കെതിരെയാണ്, ചാനലുകാർക്കെതിരെയാണ്, യൂട്യൂബ് ചാനലുകാർക്കെതിരെയാണ്. യൂട്യൂബ് ചാനലുകാർ ഉണ്ടായതുകൊണ്ടാണ് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതും, പത്രക്കാരുണ്ടായതുകൊണ്ടാണ് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതും. നിങ്ങൾക്കിപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ അവരത്രയും മെനക്കെട്ട് തരുന്നതും ഡ്രഡ്ജർ കൊണ്ടുവരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞവരാണ് അവർ. അതൊക്കെയും ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടല്ലേ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ശരിയായിരുന്നു. ഇല്ല മക്കളെ, ശരിയായിട്ടില്ല. ശരിയാവണമെങ്കിൽ ഈശ്വര മാൽപ്പയും രഞ്ജിത്ത് ഇസ്രായേലും രേവന്തും കൂടി പൂർണ്ണമായിട്ട് നിങ്ങളെല്ലാവരും കൂടി നിന്നിട്ട്, കാരണം അവരിനൊക്കെ നിങ്ങൾ പറഞ്ഞതാണ്, അവരും കൂടി വരണം. മനാഫിനെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്കാർക്കും, എനിക്കൊന്നും അതിൽ താല്പര്യമില്ല. കാരണം ആ ഈശ്വര മാൽപ്പനെ പറ്റി അയാളുടെ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് വിട്ടിട്ടാണ് ആ മനുഷ്യൻ ഇത്രയും ഒഴുക്കുള്ള പുഴയിൽ ചാടാമെന്ന്. മനുഷ്യന്മാരാണെങ്കിൽ അയാൾ എന്തുണ്ടാക്കാനാണ്? ആരെന്താ കൊടുത്ത അയാൾക്ക്? ഇവർക്കെങ്കിലും പൈസ കിട്ടി. അവർക്ക് എന്ത് കൊടുത്ത്? ഡ്രഡ്ജറിനൊക്കെ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അയാളായിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, ഒരു പൈസയും മോഹിച്ചിട്ട് വന്നവരല്ല. നമ്മുടെ ഒരു മനുഷ്യ, ഒരു അമ്മ പെറ്റ മകൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവരിനൊക്കെ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇതൊന്നിക്കും. അപ്പോഴാണ് നമ്മളിത് പൂർണ്ണമാക്കുകയുള്ളൂ. മനാഫിനെ മാത്രം ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ശരിയായിട്ടില്ല. ഇനിയിപ്പം മറ്റുള്ളവർക്ക് ഇതിലെന്ത് നിങ്ങൾ ആരെന്ത് വേണമെങ്കിലും കമൻ്റ് ഇട്ടോളി. എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനുള്ളതാ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ തോന്നിയതാ പറഞ്ഞത്. ഞാനൊരു ഇന്ത്യൻ പൗരത്വമാണ്. എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതും അങ്ങനെ സമൂഹത്തിൽ നടക്കും പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും. അതുകൊണ്ട് അവർ രണ്ടാളെയും കൂടി ചേർത്തിട്ട് നിങ്ങൾ ചെയ്യും. അപ്പം നമ്മളിതിന് അംഗീകരിക്കാം. അല്ലാത്ത പക്ഷം ഇതൊന്നും അത്ര വലിയ അംഗീകാരമായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്കും ഞങ്ങൾ മനസ്സ് വേദനിച്ചു. അതുകൊണ്ടാണ് അർജുനെ കിട്ടിയപ്പോഴുള്ള ഒരു ഇതിനെക്കാട്ടിലും വേദനിച്ചതാണ് നിങ്ങളുടെ പത്രസമ്മേളനം കൊണ്ട്, അറിയോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നവർ ഇഷ്ടമില്ലാത്തവർ കാണണ്ട.
എന്നാലും പറയാണ്ടിരിക്കേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.